ഹായ് കുട്ടികളെ, എല്ലാവർക്കും ഈ ലോസ് ഓഫ് മോഷൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെറിയ വീഡിയോ ആയിട്ടാണ് ഇടുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന്. അപ്പോൾ എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് മാക്സിമം മനസ്സിലാക്കുക. കേബിൾ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു പ്രോബ്ലം വരുന്നതായിരിക്കും. മിക്കവാറും എല്ലാ പ്രാവശ്യവും കേബിളിൻ്റെ ഒരു പ്രോബ്ലം എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2025 ഒരു പ്രോബ്ലമാണ്. എ ട്രാഫിക് ലൈറ്റ് ഓഫ് മാസ് 10√3. അപ്പോൾ മാസ് തന്നിട്ടുണ്ട്, ട്രാഫിക് ലൈറ്റിൻ്റെ ഒരു മാസാണ്. ഇത് എങ്ങനെയാണ് ഈ സാധനം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തന്നെ ചിലപ്പോൾ ഒരു പാടായിരിക്കും. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. 10√3 സസ്പെൻഡഡ് ബൈ 2 കേബിൾസ്. 2 കേബിൾ കണക്ട് ചെയ്തിട്ടാണ് ഒരു ട്രാഫിക് ലൈറ്റ് തൂങ്ങിക്കിടക്കുന്നത്. അതിൻ്റെ മാസാണ് ഇത്രയും. ദാറ്റ് മേക്സ് 30 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ. ദ ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ. ടെൻഷനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക, എങ്ങനെയാണ് ഇതിരിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ സ്ഥാനത്ത് നിന്ന് 2 കേബിൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2 കേബിൾ വന്നിട്ടുണ്ട്. ദാറ്റ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. അപ്പോൾ ഈ 2 കേബിളും 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ വിത്ത് വെർട്ടിക്കൽ മേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെയാണ് ഒരു സിഗ്നൽ. ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നുണ്ടാവും അല്ലേ, 3 ലൈറ്റ്. ഞാൻ മറന്നുപോയി മുകളിൽ എന്ത് കളറാണെന്ന്. എന്തോ 3 കളർ, എന്തായാലും റെഡ്, ഗ്രീൻ, യെല്ലോ ഉണ്ടല്ലോ, സംതിങ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ട്രാഫിക് സിഗ്നലുണ്ട്. അതിലേക്ക് ഈ സിഗ്നലിൻ്റെ ഈ സിഗ്നൽ ഈ 2 കേബിളിലേക്കുമാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് മുകളിൽ യെല്ലോ ആണെന്നല്ലേ, യെല്ലോ, ഗ്രീൻ, റെഡോ എന്തോ ആണ്. എനിക്ക് അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ ഓർമ്മയില്ല. സോ അത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് കൺസെപ്റ്റ്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞനുസരിച്ച് ടെൻഷൻ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ വെയിറ്റ് താഴേക്കാണ്. അത് എത്ര തന്നേക്കുന്നത്? മാസ്. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 10√3. അപ്പം നമ്മളിത് 10√3 G. അത് 10√3 ഇൻറ്റു ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇനി ടെൻഷൻ നമുക്ക് എങ്ങനെ, ഈ പോയിന്റിൽ നിന്ന് എവേ ഫ്രം പോയിൻ്റാണ് ടെൻഷൻ. ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്നും എവേ ഫ്രം പോയിൻ്റാണ് T. ഇവിടെയും എവേ ഫ്രം പോയിൻ്റാണ് T. ഇവിടെയും എവേ ഫ്രം പോയിൻ്റാണ് T. അപ്പം നമുക്കറിയാം ഈ ഹൊറിസോണ്ടലി നമുക്കിപ്പം ഇതിന് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ആക്സലറേഷനോ വേറെ ഒന്നുമില്ല. ഇതിങ്ങനെ സ്റ്റാൻഡായിട്ട് നിൽക്കുകയാണ്. ഇതിനൊരു അനക്കമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ആക്സലറേഷൻ നോക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ്ലി ഇതങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഈ Tക്ക് 2 കമ്പോണൻ്റ് ഉണ്ടാവുമല്ലോ. ഈ T ചെരിഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ 2 ഡയറക്ഷനിലേക്കും ഉള്ളത് നമ്മൾ എടുക്കണം. ഒരെണ്ണം വെർട്ടിക്കൽ, ഒരെണ്ണം ഹൊറിസോണ്ടൽ. അതേമാതിരി തന്നെ മറ്റേനും വരും, 2 സൈഡിലത്തേനും വരും വെർട്ടിക്കൽ. അപ്പോൾ ഇത് നമ്മുടെ T sin sin 30 ആയിരിക്കും. ഇത് T cos 30. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. ഇത് ഒരു ആംഗിളിൽ നിൽക്കുന്നതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. 2 വെക്റ്റേഴ്സാണ്, അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഈ കമ്പോണൻ്റ് എടുക്കുക, ഇതിൻ്റെയും ഈ കമ്പോണൻ്റ് എടുക്കുക. രണ്ടും T cos 30 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഇത് രണ്ടും. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് വരച്ചാലോ? ഇത് താഴേക്ക് 10√3 G, അതാണ് മാസ് ഇൻറ്റു ഗ്രാവിറ്റി. അതാണ് അതിൻ്റെ വെയിറ്റ് താഴേക്കുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ T ഉണ്ട്, ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ T ഉണ്ട്. ദാറ്റ് T മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ. അപ്പം നമുക്ക് ഹൊറിസോണ്ടൽ, നമുക്ക് വെർട്ടിക്കലാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ വേറെ ഫോഴ്സ് ഒന്നും ഇക്വേറ്റ് ചെയ്യാനില്ല. ഹൊറിസോണ്ടൽ ചെയ്താൽ നമുക്ക് കിട്ടും, ബട്ട് നമുക്ക് വെർട്ടിക്കൽ ചെയ്ത് കണ്ടുപിടിക്കാം. വെർട്ടിക്കൽ വരുമ്പം ഈ 2 വെർട്ടിക്കലിലും വരുമ്പം ദിസ് വിൽ ബി T cos 30. ഇതും T cos 30. രണ്ടും അപ്വേർഡാണ്. അപ്പം നമുക്ക് എഴുതാം 2T അല്ലേ, അല്ല ഇങ്ങനെ തന്നെ എഴുതാം. T cos 30 പ്ലസ് T cos 30 ഈക്വൽ ടു 10√3 G. ഡൗൺവേർഡിലേക്ക് വേറൊന്നും ഇല്ലല്ലോ, മുകളിലേക്കുള്ള 2 പ്ലസ് ചെയ്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു താഴേക്കുള്ളത്. അപ്പോൾ 2T cos 30 ഈക്വൽ ടു, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ടെൻഷൻ അല്ലേ. ഓക്കെ, 10√3 G. ഇനി cos 30യുടെ വാല്യൂ എന്താണ്? നമുക്കറിയാമല്ലോ, നമ്മുടെ ആംഗിൾ നമ്മൾ എടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിൽ നിങ്ങളിങ്ങനെ വിചാരിച്ചോണേ. 330 വരുന്നിടത്ത് √3, ദിസ് ഈസ് 60. അപ്പോൾ 1 ആയിരിക്കും, 2 ആയിരിക്കും. cos 30 എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 30 ആണ്. അപ്പോൾ 2 ഇൻറ്റു T ഇൻറ്റു എത്രയാണ്? √3/2 ഈക്വൽ ടു 10√3 ഇൻറ്റു G. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്യാം. T √3 ഈക്വൽ ടു
10√3 g. ഈ രണ്ടിടത്തെയും √3 പോവല്ലോ. അപ്പോൾ t = 10 × g. പക്ഷെ ജീൻ്റെ ടേംസിലല്ല തന്നേക്കുന്നത്. അപ്പോൾ 10 × 9.81. അപ്പോൾ എത്ര കിട്ടും? 98.1 ന്യൂട്ടൺ നമ്മുടെ ടെൻഷൻ. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, 98 ന്യൂട്ടൺ ഉണ്ട്, 0.1 ഇല്ല. ഓക്കെ, അത് മതി. ബാക്കിയെല്ലാം 10 × 9.81. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ? ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ട്രാഫിക് ലൈറ്റ് ഈസ് സസ്പെൻഡഡ് ബൈ 2 cables. ഈ പാഠം ഒന്ന് വരച്ചെടുക്കാനുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ. ഇത് ഒരു ട്രാഫിക് ലൈറ്റ് ഉണ്ട്, അതിന് 2 കേബിളിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണ്. പിന്നെ അതിലൊന്നും ആക്ട് ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു സിസ്റ്റം. ഇതിൽ ആക്സിലേഷനോ കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്യുവാണെങ്കിൽ മുകളിലേക്ക് കയറും, താഴേക്ക് ഇറങ്ങുന്നു ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇങ്ങനെ ഇല്ലെങ്കിൽ ആസച്ച് ഇത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ കാര്യം ഒന്ന് ഇത് നിങ്ങളൊന്ന് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ട് ഇതേമാതിരി ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അത് സോൾവ് ചെയ്തെടുക്കാം. ഡൗൺവേർഡും അപ്വേർഡും ഈക്വലായിട്ട് എടുത്താൽ മതി. അത് നമ്മൾ റിസോൾവ് ചെയ്തെടുക്കുമ്പം ആൻസർ കിട്ടും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇനി കുറച്ചുകൂടെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഏത് പ്രോബ്ലം ആണ് നിങ്ങൾ പറഞ്ഞാൽ മതി. ലോസ് ഓഫ് മോഷൻ 5, ഫിസിക്സ് 23 ഏതിൻ്റെയെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡൗട്ട് വന്നാൽ നിങ്ങളപ്പം നിർത്തുക, ബാക്കിലേക്ക് പോയി നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേറെ വീഡിയോ ഇട്ടോളാം. കാരണം എനിക്കും അറിയത്തില്ല, നിങ്ങളിപ്പോൾ ഒരു ക്ലാസ് റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അപ്പം തന്നെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്തങ്ങ് പോകാം. ബട്ട് ഇങ്ങനെ ഒരു കേസ് ആകുമ്പോൾ കമൻറ്റിലോ അല്ലെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പേജിലങ്ങ് എടുത്തുകൊണ്ട് പൊയ്ക്കോളാം, ക്ലാസ് എടുത്തോളാം. അപ്പോൾ ഇനി ഇതുപോലെയുള്ള എനിക്ക് തോന്നുന്നു റോപ്പിൻ്റെ 1-2 പ്രോബ്ലം കൂടി ഉണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം. അതിനുശേഷം വേറെ എടുക്കാം. ഓക്കെ, ഇതും 2019 ഒരു പ്രോബ്ലമാണ്. സ്ട്രിങ്ങിൻ്റെ തന്നെ പ്രോബ്ലമാണ്. സിമ്പിൾ പ്രോബ്ലമാണ്. ഇതിൽ ഓൾറെഡി ഫിഗറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ഈസി പ്രോബ്ലമാണ്. 2 masses കണക്റ്റഡ് ഇൻ സീരീസ്. 2 masses ഉണ്ട്. നേരത്തെ മാതിരി ഒറ്റ മാസമല്ല, 2 എണ്ണം ഉണ്ട് കണക്റ്റഡ് ഇൻ സീരീസ്. ഒന്നിന് ശേഷം ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. മാസ്ലെസ് സ്ട്രിങ്ങിന് പ്രത്യേകിച്ച് മാസമൊന്നും ഇല്ല. ഹാങ്ങിങ് ഫ്രം എ സപ്പോർട്ട്, ഒരു സപ്പോർട്ടിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നു. ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ അപ്പർ സ്ട്രിങ്. ടെൻഷൻ ഇൻ ദ അപ്പർ സ്ട്രിങ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒറ്റ സ്ട്രിങ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഒറ്റ ടെൻഷനേ ഉണ്ടാവുള്ളൂ, ഒരു വാല്യൂ ഓഫ് ടെൻഷനേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഇവിടെ ഇത് M2 ആണ്, ഇത് M1 ആണ്. ടെൻഷൻ എന്താ? നമ്മളിപ്പം ഇത് M2G ആയിരിക്കുമല്ലോ. ഇതിൽ നമുക്ക് ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട് അല്ലേ? ഇതിന് അപ്പായിട്ട് പോകുന്നു. ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിന് അപ്പോഴായിട്ട് ടെൻഷൻ വരുന്നു. ഇത് രണ്ടും ഇതിന് T തന്നെ. ഓക്കെ, ഇവിടെ സെയിം ടെൻഷനാണ്. ബട്ട് ഇവിടുത്തെ കേസ് വരുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെയും പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു. ഇതും നമുക്കിതിനെ T1 എന്ന് വിളിക്കാം. ഇവിടെയും T1 തന്നെ. അപ്പോൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കിയാലോ? ഫസ്റ്റ് കേസ് ഇവിടെ വരെ. ഫസ്റ്റ് കേസിലെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇത് M2G, അപ്പോഴായിട്ട് എന്താ നമുക്കുള്ളത്? T. ഇത്രയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്ക് T എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്, ഇതല്ലേ മുകളിലേക്ക് എഗെയിൻസ്റ്റ്. അപ്പോൾ T is equal, വേറെ ആക്സിലറേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് T is equal to M2G എന്ന് കിട്ടി. ഇതൊരു ഇക്വേഷൻ. ഇനി കേസ് 2, ഇത് ബോട്ടമാണ് M2ൻ്റെ കേസ്. ഇനി ടോപ്പ് സ്ട്രിങ്ങിൻ്റെ കേസിൽ നോക്കുക. അതൊരു M1 ആണ്. M1 താഴേക്ക് എന്താ ഉള്ളത്? ഒരു T ഉണ്ട്. ഈ ഇവിടുത്തെ T ഇങ്ങോട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? അതിൻ്റെ മാസ് ഇല്ലേ, അതും താഴേക്കായിരിക്കുമല്ലോ, M1G. ഇത് രണ്ടും താഴേക്ക്. ഇത് രണ്ടും മനസ്സിലായല്ലോ. ഇതിൻ്റെ കേസ് മാത്രമാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത്. മറ്റേൻ്റെ കേസ് മറ്റേ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ എടുത്തു. ഇതിൻ്റെ കേസാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ M1 താഴേക്ക് വരുന്നത് ഒരു T ഉണ്ട്. M1ന് മുകളിലേക്ക് എന്തുണ്ട്? അപ്വേർഡ് ഡയറക്ഷനിൽ നമുക്ക് T1 ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരുന്നത്. അപ്പോൾ നമുക്ക് T1 മുകളിലേക്കുള്ളത് T1 is equal to T plus M1G എന്ന് എടുക്കാം. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. താഴേക്കുള്ളത് ഒരു സൈഡിലെടുത്തു, മുകളിലേക്കുള്ളത് അപ്പുറത്തെ സൈഡിലെടുത്തു. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ അപ്പർ സ്ട്രിങ്. അപ്പർ സ്ട്രിങ്ങിൻ്റെ T1ൻ്റെ കേസാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ T1 is equal to T plus M1G അല്ലേ? T1, ഈ T എന്താണെന്ന് നമുക്കറിയാം, M2G പ്ലസ് M1G. G നമുക്ക് കോമൺ ആയിട്ട് എടുക്കാമല്ലോ, G ഇൻറ്റു M1 പ്ലസ് M2. സോ T1 is equal to M1 പ്ലസ് M2 ഇൻറ്റു G. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. വളരെ സിമ്പിൾ അല്ലേ?
ഇവിടെ അതുണ്ടോ നമുക്ക് T1 M1 + M2 × G. ഓക്കെ, ആൻസർ ഡി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് നമുക്ക് കാണാതെ പഠിച്ച് വെക്കാം. കാരണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക ബൈ ഹാർട്ട് അടിച്ച് നമ്മൾ പറയത്തില്ല. ഈസി ആയിട്ട് നമുക്കൊരെണ്ണം നമ്മുടെ ഷോർട്ട് കട്ട് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു, ഇങ്ങനെ രണ്ടെണ്ണം കിടക്കുവാണെങ്കിൽ മുകളിലത്തേൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത്, കാരണം നമുക്കറിയാമല്ലോ നമ്മളൊരു സാധനം എന്തെങ്കിലും വെയിറ്റ് പേഴ്സോ, ഇപ്പോൾ ഈ പേഴ്സ് ഇത് എന്തെങ്കിലും ചരടി കെട്ടി തൂക്കിയിരിക്കുവാണെങ്കിൽ നമ്മളതല്ലേ പിടിക്കുവാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് നമുക്ക് ഇതിൻ്റെ വരും. ഇതിൻ്റെ അടിയിൽ വേറൊരു സാധനം കൂടെ കെട്ടി തൂക്കിയിട്ടാലോ ആ പിടിക്കുന്ന മുകളിലത്തെ സ്ട്രിങ്ങിൽ ഇതിൻ്റെയും വെയിറ്റ് വരും, അടിയിലത്തേൻ്റെയും വെയിറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണത്തിൻ്റെ വെയിറ്റും അതിൽ വരും. അപ്പോൾ ആ മുകളിലത്തെ സ്ട്രിങ്ങിൻ്റെയാണ് ടെൻഷൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യുക × G. പക്ഷേ താഴത്തേൻ്റെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ T എന്ന് പറയുന്നത് ഇതിൻ്റെ മാത്രമേ ഉള്ളൂ, ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോന്ന് എടുക്കുക, അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വയ്ക്കുക. എപ്പോഴും ടെൻഷൻ എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ദിസ് പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ആയിരിക്കും. ഇവിടെ ഈ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഈ M വന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ടെൻഷൻ ഇങ്ങനെ, ഇവിടെ ഒരു ടെൻഷൻ ഇങ്ങനെ. ഇത് M ഇവിടെ ഇല്ലായിരുന്നു, ഒറ്റൊരെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് രണ്ടിടത്ത് ആ ഒരു സ്ട്രിങ്ങിൽ ഒറ്റ ടെൻഷനേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.